ഹായ് ഡിയർ സ്റ്റുഡൻസ്, കമ്പ്യൂട്ടർ ഗ്രാഫിക്സിൻ്റെ രണ്ടാമത്തെ മോഡ്യൂളിലോട്ടാണ് ഞാൻ പോകുന്നത്. ഫസ്റ്റത്തെ മോഡ് ഓൾമോസ്റ്റ് എല്ലാം ഫുള്ളായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. ഇനി സെക്കൻഡ് മോഡൽ എന്ന് പറയുന്നത് സ്കാൻ കൺവേർഷനാണ് പറയുന്നത്. സ്കാൻ കൺവേർഷൻ എന്ന് പറയുമ്പോൾ ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലോട്ടുള്ള ചേഞ്ച്, വേരിയേഷൻ. ഇപ്പോൾ നമുക്കറിയാം, ഒരു കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ടി വിയിൽ ഫിഗർ കാണുമ്പോൾ ഒരുപാട് പോയിന്റുകൾ കൂട്ടിച്ചേർത്ത് കൊണ്ടാണ് ഒരു ഫിഗർ എന്ന് പറയുന്നത്, ചിത്രം എന്ന് പറയുന്നത്. നിറയെ ഡോട്ട്സുകളാണ് ഉണ്ടാവുക. സ്ക്രീനിൽ പറയുമ്പോൾ നിറയെ ഈ ഡോട്ട്സുകളിൽ കളർ ഫില്ലിങ് അല്ലെങ്കിൽ ലൈറ്റ് അടിക്കുമ്പോൾ ഉണ്ടാകുന്ന പിക്ചേഴ്സാണ് എല്ലാം തന്നെ. അപ്പോൾ ആ പിക്ചറിൻ്റെ ഷേപ്പിലാണ് ലൈറ്റ് വരുന്നത്. അപ്പോൾ ആ പിക്ചർ നമുക്ക് എടുത്ത് കാണും. അങ്ങനെയാണ് ഒരു ഗ്രാഫിക്സ് ഡിസൈനിങ് വരുന്നത്. ഒരു ബോളിൻ്റെ ബോളിൻ്റെ ഒരു ചിത്രമാണ് സ്ക്രീനിൽ കാണുന്നതെങ്കിൽ ആ ബോളിൻ്റെ ഷേപ്പിലാണ് ഡോട്ട്സുകൾ ഷോ ചെയ്യുക. അപ്പോൾ ബോളായിട്ട്, സ്ക്രീനിൽ ബോളായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതിനെ സ്കാൻ കൺവേർഷൻ എന്ന് പറയുമ്പോൾ ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലോട്ട് ഇങ്ങനെ മാറി ഇങ്ങനെ വന്നിട്ടാണ് ഒരു ബോളായി മാറുന്നത് സ്കാൻ കൺവേർഷൻ. അത് ഒരു പോയിൻ്റ് അടുത്ത പോയിൻ്റ് ആവുന്ന ആ ചേഞ്ചിനെയാണ് സ്കാൻ കൺവേർഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഒരു സ്കാൻ കൺവേർഷൻ ഓഫ് ലൈനാണ് പറയുന്നത്. നമുക്ക് സ്കാൻ കൺവേർഷൻ ലൈൻ പഠിക്കാനുണ്ട്, സർക്കിളൊക്കെ പഠിക്കാനുണ്ട്. ഓരോന്ന് പഠിക്കുമ്പോൾ ഓരോ രീതികളുണ്ട്. അതിന് അൽഗോരിതം എന്നാണ് പറയുക. അൽഗോരിതം പറഞ്ഞാൽ നമുക്കറിയാം, ഒരു പ്രോസസ്സ് ചെയ്യുമ്പോൾ അതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടുള്ള മാനറിനെയാണ് അൽഗോരിതം എന്ന് പറയുന്നത്. അപ്പോൾ സ്കാൻ കൺവേർഷൻ ലൈനിൽ തന്നെ പലതരത്തിലുണ്ടാവും. പല സയൻറ്റിസ്റ്റുകൾ പലതരത്തിൽ ഡിഫൈൻ ചെയ്ത സ്കാൻ കൺവേർഷൻ ഓഫ് എ ലൈൻ ഉണ്ടാവും. അപ്പോൾ ഓരോന്നിനും അൽഗോരിതം പഠിക്കേണ്ടി വരും. അതുപോലെ സ്കാൻ കൺവേർഷൻ ഓഫ് സർക്കിൾ ഉണ്ടാവാം. സർക്കിളിന് ഇതുപോലെ പലതരം DD അൽഗോരിതം പോലെ ഒരുപാട് പ്രശ്നം, ഹാംസ്റ്റിൻ്റെ അൽഗോരിതം, അങ്ങനെ കുറേ അൽഗോരിതങ്ങളുണ്ട്. അൽഗോരിതം ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ തന്നെയാണ് ഈ ചാപ്റ്ററിൽ മെയിനായിട്ട് പഠിക്കാനുള്ളത്. അപ്പോൾ സ്കാൻ കൺവേർഷൻ ഓഫ് ലൈനാണ് ഫസ്റ്റ് ഇതിൽ പറയുന്നത്. അപ്പോൾ എന്താണ് ഈ സ്കാൻ കൺവേർഷൻ ഓഫ് ലൈൻ എന്ന് പറഞ്ഞാൽ, ഒരു പോയിൻ്റ്, ഇപ്പോൾ ഒരു പോയിൻ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ എക്സ് ആക്സിസ് ഉണ്ടാവും, ഒരു വൈ ആക്സിസ് ഉണ്ടാവും. അപ്പോൾ ആ എക്സ് ആക്സിസും വൈ ആക്സിസുള്ള ഇപ്പോൾ X1 Y1 എന്നുള്ളൊരു പോയിൻ്റ് ആണെങ്കിൽ S2 Y2 എന്നുള്ള പോയിന്റിലോട്ടുള്ള ചേഞ്ച്, അതൊരു സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിൽ അല്ലെങ്കിൽ ലൈൻ ആണെങ്കിൽ അതിനെയാണ് സ്കാൻ കൺവേർഷൻ ഓഫ് എ ലൈൻ എന്ന് പറയുന്നത്. കാരണം നമുക്കറിയാം, രണ്ട് പോയിന്റ് കൂട്ടിച്ചേർക്കുമ്പോൾ ഒരു ലൈനായിട്ടാണ് വരിക. സ്കാൻ കൺവേർട്ടിങ് എ സ്ട്രെയിറ്റ് ലൈൻ. എ സ്ട്രെയിറ്റ് ലൈൻ may be defined by two endpoints and an equation. In figure, the two endpoints are described by x1 y1, x2 y2. The equation of the line is used to determine the xy coordinates of all points that lies between two endpoints. ഫിഗർ നോക്കൂ, ഇതാണ് പോയിൻ്റ്. ഫസ്റ്റത്തെ പോയിൻ്റാണ് ഇത്, സെക്കൻഡ് പോയിൻ്റാണ് ഇത്. X1 Y1 X2 Y. ഇതിനിടയിലുള്ള ബാക്കി എല്ലാ പോയിൻറ്റ്സുകളും എന്താണ്? XY കോർഡിനേറ്റുകളാണ്. അതിപ്പോൾ X3 ആവാം, X4 ആവാം, അതുപോലെ Y3 ആവാം, Y4 ആവാം, അങ്ങനെ ചേഞ്ചുകൾ വരാം. എല്ലാ XY പോയിൻറ്റ്സുകളും ഈ ഒരു ലൈനിൻ്റെ ഉള്ളിലാണ് കിടക്കുന്നത്. ഇനി നമുക്കറിയാം, ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ y = mx + b ആണ്. m എന്ന് പറയുന്നതാണ് ഇവിടുത്തെ സ്കാൻ കൺവേർഷൻ ലൈൻ. സ്കാൻ കൺവേർഷൻ ലൈൻ എന്ന് പറയുന്നത് നമുക്ക് കാണുന്ന ഈ സ്ലോപ്പ്, ഈ ഒരു നമുക്കറിയാം, ഇങ്ങനെ ഒരു വരച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനാണ് സ്ലോപ്പ് എന്ന് പറയുന്നത്. സ്ലോപ്പ് എന്ന് പറയുന്നത് കാണാനുള്ള ഇക്വേഷൻ. ഈ ചേഞ്ചിനെയാണ് നമുക്ക് ഈ ഇതിന് പറയുന്നത് ഡെൽറ്റ വൈ എന്നാണ്. കാരണം ഇത് y ആക്സിസ് ആണ്, y ആക്സിലുള്ള ചേഞ്ചിനായതുകൊണ്ട് ഡെൽറ്റ വൈ എന്ന് പറയും. ഇതെന്ന് പറഞ്ഞാൽ ഡെൽറ്റ എക്സ് ആണ്. ഡെൽറ്റ എക്സ് ആണ് കാരണം ഇന്ന് ഇത് x ആക്സിസ് ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ചെറിയൊരു കഷ്ണം നമ്മൾ ഡെൽറ്റ എക്സ് എന്നാണ് പറയുക. അപ്പോൾ m എന്ന് പറഞ്ഞാൽ ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ്. ഈ m അതാണ് സ്കാൻ കൺവേർട്ടിംഗ് ലൈൻ എന്ന് പറയുന്നത്. അത് കാണാനുള്ള ഇക്വേഷൻ m = ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ്. നിങ്ങൾക്ക് മുന്നേ അറിയുന്ന കാര്യങ്ങളാണ് അതൊക്കെ. ഇനി b എന്ന് പറയുമ്പോൾ y ഇൻറ്ററപ്റ്റാണ്. അതായത് ഈ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇങ്ങനെ വരയ്ക്കുമ്പോൾ വൈൻ്റെ എവിടെയോ കൂട്ടിമുട്ടിയിട്ടുണ്ട്. ആ പോയിൻ്റാണ് b എന്ന് പറഞ്ഞാൽ വരിക. ഇതാണ് y കൂട്ടിമുട്ടിയ ഭാഗം. അപ്പോൾ ഇതാണ് b എന്ന് പറയുന്നത്. അപ്പോൾ y = mx + b. അതിൽ m എന്ന് പറയുന്നത് സ്കാൻ കൺവേർഷൻ ഓഫ് ലൈനാണ്. നമ്മളുടെ ശരിക്കും അതങ്ങനെ ഈ ഒരു സ്കാൻ കൺവേർഷൻ ലൈൻ പറയുന്നുവെങ്കിൽ കൂടിയും നമ്മൾ സ്ലോപ്പ് കാണാനാണ് ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് ആണ് കാണാൻ ഉപയോഗിക്കുന്നത്. പിന്നെ ബി എന്ന് പറയുമ്പോൾ വൈ ഇൻറ്ററപ്റ്റാണ്. അതായത് ഈ സ്ട്രെയിറ്റ് ലൈന് വൈൻ്റെ എവിടെയാണോ, വൈ ആക്സിൻ്റെ എവിടെയാണോ കട്ട് ചെയ്യുന്നത് ആ പോയിൻ്റാണ് ബി എന്ന് പറയുന്നത്. അപ്പോൾ എക്സിന് എക്സ് എന്നുള്ള വാല്യൂ S1 നിന്ന് S2 മാറി, വൈൻ്റെ വാല്യൂ Y1 നിന്ന് Y2 മാറി. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ നടക്കുന്നത്. അതാണ് ഇവിടെ
വേർഡ്സിൽ പറഞ്ഞിട്ടുള്ളത്. യൂസിങ് ദ ഇക്വേഷൻ ഓഫ് എ സ്ട്രേറ്റ് ലൈൻ y equal to mx plus b, where m equal to scan converting a straight line and b equal to the y intercept, we can find the value of y by increasing x from x equal to x1 to x2 by and അതുപോലെ തന്നെ എന്താണ് y equal to y1 to y2. By scan converting these calculated xy values, we represent the line as a sequence of pixel. ആ ഒരു സ്ട്രേറ്റ് ലൈൻ എന്ന് പറയുന്നത് സീക്വൻസ് ഓഫ് ഈ ലൈൻ എന്ന് പറയുന്നത് സീക്വൻസ് ഓഫ് പിക്സലാണ്. ഇതിനുള്ള എല്ലാം എന്താണ് പിക്സലുകൾ, പോയിന്റുകളാണ്. ഇനി പറയുന്നത് ശരിക്കും ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഭാഗം. എല്ലാ പ്രോപ്പർട്ടീസ് ഓഫ് ഗുഡ് ലൈൻ ഡ്രോയിങ് അൽഗോരിതം എന്ന് പറഞ്ഞത്. പക്ഷേ ഒരു നല്ലൊരു അൽഗോരിതം ഡ്രോ ചെയ്യണമെങ്കിൽ എന്തൊക്കെയാണ് അറിയേണ്ട പോയിന്റുകൾ മാത്രമേ പറയണുള്ളൂ. ഇമ്പോർട്ടൻ്റ് അല്ല, ചോദിക്കാറില്ല. അൽഗോരിതങ്ങളാണ് ചോദിക്കാറ്, അല്ലാതെ ഒരിക്കലും ഗുഡ് ലൈൻ ഡ്രോയിങ് അൽഗോരിതം ചോദിച്ച് കണ്ടിട്ടില്ല. എങ്കിലും ജസ്റ്റ് പറയുക നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ട്. ഒരു നല്ല പ്രോപ്പർട്ടീസ് ഓഫ് ഗുഡ് ലൈൻ ഡ്രോയിങ് അൽഗോരിതം, നല്ലൊരു ലൈൻ ഡ്രോയിങ്ങിൻ്റെ അൽഗോരിതത്തിൻ്റെ ഗുഡ് ലൈൻസ് എന്തൊക്കെയാണെന്നാണ് പറഞ്ഞത്. ഫസ്റ്റ് ദ ലൈൻ ഷുഡ് അപ്പിയർ സ്ട്രേറ്റ്. ലൈൻ എപ്പോഴും എന്താണ് സ്ട്രെയിറ്റ് ആയിട്ട് കാണപ്പെടണം. അതാണ് ഒന്നാമത്തെ കണ്ടീഷൻ. അത്ര മനസ്സിലാക്കിയാൽ മതി. വി മസ്റ്റ് അപ്രോപ്രിയേറ്റ് ദ ലൈൻ ബൈ ചൂസിങ് അഡ്രസ്സബിൾ പോയിന്റ് ക്ലോസ് ടു ഇറ്റ്. ഇഫ് യു ചൂസ് വെൽ ദ ലൈൻ വിൽ അപ്പിയർ സ്ട്രേറ്റ്. ഇഫ് നോട്ട് വി ഷാൽ പ്രൊഡ്യൂസ് ക്രോസ്ഡ് ലൈൻസ്. അപ്പോൾ കറക്റ്റ് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. അതായത് ലാസ്റ്റ് സ്റ്റാർട്ടിങ് വാല്യൂ എൻഡിങ് വാല്യൂ ഒക്കെ പറഞ്ഞിരിക്കണം. എങ്കിൽ മാത്രമേ ഒരു കറക്റ്റായിട്ടുള്ളൊരു സ്കാൻ കൺവേർഷൻ അൽഗോരിതം എഴുതാൻ കഴിയുള്ളൂ. അല്ലാതെ എങ്കിൽ എന്താണ് ക്രോസ് ലൈൻ ആയിരിക്കും കാണപ്പെടുക. ഇത് കണ്ടില്ലേ, കറക്റ്റായിട്ടുള്ള പോയിൻറ്റ്സ് മെഷർ ചെയ്യാൻ കൊടുക്കാത്തതുകൊണ്ടാണ് നമുക്കിതൊരിക്കലും സ്ട്രെയിറ്റ് ലൈൻ ആവാതെ പോരുന്നത്. ഇത് ഒരിക്കലും ഒരു സ്ട്രെയിറ്റ് ലൈൻ അല്ല. കാരണം ഇവിടെയൊക്കെ ഈ പോയിന്റുകളെല്ലാം ചെറിയ ചെറിയ വ്യത്യാസത്തിൽ പോകാൻ കാരണം എന്താണ്, കറക്റ്റായിട്ട് മെഷർ ചെയ്യാനുള്ളതാണ്. അതുപോലെ തന്നെ ഇതും കണ്ടില്ലേ, രണ്ട് കറക്റ്റായിട്ട് പോയിന്റ് കൊടുക്കാത്തതുകൊണ്ടാണ് ഈ എക്സാക്സും വയസ്സും കറക്റ്റ് വരച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഗ്രിഡ് പോയിന്റിലൂടെയാണ് ഇങ്ങനെ പോകേണ്ടത്. അതായത് ഇങ്ങനെ പോകേണ്ട ഒരു ലൈന്, ഇങ്ങനെ പോകേണ്ട ഒരു ലൈനാണ്. പക്ഷെ എന്താണ് അത് മിസ്റ്റേക്ക് കാരണമാണ് ഈ കണ്ടില്ലേ കറക്റ്റായിട്ട് ഗ്രിഡ് പോയിന്റിലൂടെ അല്ലാതെ പോകുന്നത് കണ്ടില്ലേ. അതെന്താണ് കറക്റ്റായ രീതിയിലല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ വരച്ചതിലുള്ള മിസ്റ്റേക്കാണ് ഇങ്ങനെ വരുന്നത്. അങ്ങനെ ഒരിക്കലും വരില്ല, അത് തെറ്റാണ്. അപ്പോൾ അതൊക്കെ നമ്മുടെ ശരിക്കുള്ള സ്ട്രേറ്റ് വരയ്ക്കുന്നതിൻ്റെ പ്രശ്നമാണ്. രണ്ടാമത്തേത് പറയുന്നത് ലൈൻ ഷുഡ് ടെർമിനേറ്റ് ആക്യുറേറ്റ്ലി. ടെർമിനേറ്റ് ചെയ്യുമ്പോൾ കറക്റ്റായ രീതിയിൽ ആക്യുറേറ്റായിട്ട് ടെർമിനേറ്റ് ചെയ്യുക. ഇല്ലെങ്കിലും എന്ത് ചെയ്യാൻ പറ്റില്ല, കറക്റ്റായിട്ടൊരു ഡയഗ്രം നമുക്ക് കിട്ടില്ല. അൺലെസ് ലൈൻസ് ആർ പ്ലോട്ടഡ് ആക്യുറേറ്റ്ലി, കറക്റ്റായിട്ട് പ്ലോട്ട് ചെയ്തിട്ടില്ല എങ്കിൽ ദേ മീ ടെർമിനേറ്റ് ദ റോങ് പ്ലേസ്. തെറ്റായ ഭാഗത്ത് ടെർമിനേറ്റ് ചെയ്യപ്പെടും. അതുപോലെ ചിത്രം കണ്ടില്ലേ, അതും കണ്ടത് സ്ട്രേറ്റ് ലൈൻ കറക്റ്റ് ഇല്ലാത്തതുകൊണ്ടാണ്, മെഷർമെൻറ്റ് കറക്റ്റ് കൊടുക്കാത്തത് കൊണ്ടാണ് ഇതിന് ഒരു ഇതായി പോയത്. പിന്നെ മൂന്നാമത് പറഞ്ഞ ലൈൻ ഷുഡ് ഹാവ് കോൺസ്റ്റൻറ്റ് ഡെൻസിറ്റി. കോൺസ്റ്റൻ്റ് ആയൊരു ഡെൻസിറ്റി ലൈനിന് ഉണ്ടാവണം. ലൈൻ ഡെൻസിറ്റി ഈസ് പ്രൊപ്പോർഷണൽ ടു ദ നമ്പർ ഓഫ് ഡോട്ട്സ് ഡിസ്പ്ലേഡ് ഡിവൈഡ് ബൈ ലെങ്ത് ഓഫ് ലൈൻ ടു മെയിൻറ്റെയിൻ കോൺസ്റ്റൻറ്റ് ഡെൻസിറ്റി. ഡോട്ട് ഷുഡ് ബി ഈക്വലി സ്പേസ്ഡ്. ഡോട്ടുകളെല്ലാം തന്നെ ഈക്വലി സ്പേസ്ഡിലാണെങ്കിൽ മാത്രമേ കറക്റ്റായിട്ടൊരു മെഷർമെൻറ്റ് ലൈൻസിന് കിട്ടുള്ളൂ. പിന്നെ അടുത്ത ലൈൻ ഡെൻസിറ്റി ഷുഡ് ബി ഇൻഡിപെൻഡൻറ്റ് ഓഫ് ലൈൻ ലെങ്ത് ആൻഡ് ആംഗിൾ. ലൈൻ ലെങ്ത്തിൻ്റെയും ആംഗിളിനും ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് ലൈൻ ഡെൻസിറ്റി ഒക്കർ ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ ലൈൻ ഡെൻസിറ്റി മെഷർ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, ലൈനിൻ്റെ ലെങ്ത്തും അവ തമ്മിലുള്ള ആംഗിളും നമുക്ക് കിട്ടണം. This can be done by computing an approximating line length estimate and to use a line generation algorithm. They keep line density constant to within the accuracy of this estimate. അപ്പോൾ ലൈൻ ഡെൻസിറ്റി കോൺസ്റ്റൻറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്താണ്, ലൈനിൻ്റെ ലെങ്ത്തും ആംഗിളും കിട്ടണം. അത് കറക്റ്റായിട്ട് കിട്ടിയാൽ കറക്റ്റായ മെഷർമെൻ്റ് ആയിരിക്കും ഉണ്ടാവുക. Line should be drawn rapidly. This computation should be performed by special purpose hardware. ലൈൻ എന്താണ്, പെട്ടെന്ന് തന്നെ ലൈൻ വരയ്ക്കാൻ കഴിയും. ഇതെന്താണ് ഇപ്പോഴത്തെ അഡ്വാൻസ്ഡ് ആയ ഹാർഡ്വെയർസ് അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള ടെക്നിക്കുകൾ യൂസ് ചെയ്തുകൊണ്ട് ലൈൻസ് കറക്റ്റായിട്ട് തന്നെ വരയ്ക്കാൻ കഴിയും. ഇതൊന്നും യൂസ് ചെയ്തില്ലെങ്കിൽ പോലും വരയ്ക്കാൻ കഴിയും. അപ്പോൾ ജസ്റ്റ് ഈ 5 പോയിൻ്റ് മനസ്സിലാക്കുക. എന്താണ് അതിൻ്റെതായ പ്രാധാന്യം ഉണ്ട്, അപ്പോൾ അത് മനസ്സിലാക്കുക. ഇത്രേ ഉള്ളൂ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഓരോ അൽഗോരിതം പഠിക്കാം. പ്രധാനപ്പെട്ട ലൈൻ ഡ്രോയിങ് അൽഗോരിതങ്ങൾ ഏതൊക്കെയാണ് എന്നൊക്കെ പഠിക്കാം. അതാണ് ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ഇത് ഇമ്പോർട്ടൻസ് അല്ല എന്ന് പറഞ്ഞിട്ട് പഠിക്കണ്ട എന്നല്ല ഉദ്ദേശിച്ചത്.
നിങ്ങൾ കാര്യം എന്താണ് സ്കാൻ കൺവേർഷൻ ഓഫ് ലൈൻ എന്ന് മനസ്സിലാക്കുക. ഇങ്ങനെയൊക്കെയാണ് ഗ്രിഡ് ലൈൻ അൽഗോരിതം ഉണ്ടാക്കുന്നത് മനസ്സിലാക്കുക. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് ക്ലാസ്സിൽ അൽഗോരിതം പഠിക്കാം.